മുണ്ടക്കയം ചാരത്തിൽ തരിവെറുക്കുവാൻ ഇപ്പോൾ ഇറങ്ങിയത് എന്തിന്? ലോക മാധ്യമ ചരിത്രത്തിൽ കുറ്റാരോപിതർക്കെതിരെയായിട്ടുള്ള മാധ്യമ വിചാരണയുടെ ഏറ്റവും മികച്ച ഉദാഹരണം എന്ന് വിലയിരുത്താവുന്ന ഒരു കേസായിരുന്നു ISRO ചാരക്കേസ്. തിരുവനന്തപുരം ISROയിലെ ഉദ്യോഗസ്ഥരായിരുന്ന ഡോക്ടർ ശശികുമാരനും ഡോക്ടർ നമ്പിനാരായണനും ചേർന്ന് മറിയം റഷീദ എന്ന മാലി സ്വദേശിനി വഴി ഇന്ത്യയുടെ ബഹിരാകാശ പരിപാടിയുടെ രഹസ്യങ്ങൾ വിദേശികൾക്ക് ചോർത്തിക്കൊടുത്തു എന്നതായിരുന്നു ആരോപണം. എസ് വിജയൻ എന്ന നരാധമനായ ഒരു ഇൻസ്പെക്ടർക്ക് മറിയം റഷീദയെയും ഫൗസിയെയും റോക്കറ്റ് വിക്ഷേപിക്കുവാൻ കിട്ടാത്തതിൻ്റെ ചുരുക്ക് തീർത്ത കള്ളക്കേസ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മലയാളത്തിലെ രണ്ട് മാപ്രസിദ്ധീകരണങ്ങൾ മത്സരിച്ച് നിറം പിടിപ്പിച്ച നാറിയ കഥകൾ എഴുതി പിടിപ്പിച്ച് വിവാദമാക്കിയ ഒരു കേസായിരുന്നു ISRO ചാരക്കേസ്. ഇന്ത്യയുടെ അഭിമാനമായ ISRO എന്ന മഹത്തായ പ്രസ്ഥാനത്തെയും അതിൽ ആത്മാർത്ഥമായി സേവനമനുഷ്ഠിച്ചിരുന്ന നമ്പിനാരായണൻ ഉൾപ്പെടെയുള്ള ശാസ്ത്രജ്ഞന്മാരുടെ ജീവിതവും കുടുംബവും നശിപ്പിച്ച ഒരു കള്ളക്കേസ്. അതിൽ ഇടപെട്ടവരെല്ലാം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, കേന്ദ്ര ഏജൻസികൾ, രാഷ്ട്രീയ നേതാക്കൾ എല്ലാം തങ്ങൾക്ക് നേട്ടമുണ്ടാക്കുന്നതിനും പ്രതിയോഗികളെ നശിപ്പിക്കുന്നതിനും ഈ കേസ് സമർത്ഥമായി ഉപയോഗിച്ചു. അവസാനം വെറും ചാരമായി മാറിയ ഇത് കെട്ടിച്ചമച്ച കള്ളക്കേസാണെന്ന് കണ്ടെത്തി ഇരയായ നമ്പിനാരായണന് 2018 ഒക്ടോബർ 10 സംസ്ഥാന സർക്കാർ 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം പരസ്യമായി നൽകി സുപ്രീം കോടതി വിധി നടപ്പാക്കി മാപ്പ് പറഞ്ഞ് കേസ് അവസാനിപ്പിച്ചു. ഈ കള്ളക്കേസിന് കാരണഭൂതനായവന്മാർ എല്ലാം ഇന്നും അന്തസ്സായി മാനമായി ഇവിടെ വാഴുന്നു. വളരെ മാന്യന്മാരായി. 1994 ഒക്ടോബർ 20 മറിയം റഷീദയെ തിരുവനന്തപുരത്ത് അറസ്റ്റ് ചെയ്യുന്നത് മുതൽ 2018 ഒക്ടോബർ 10 സുപ്രീം കോടതി ഉത്തരവിൻ പ്രകാരം നമ്പിനാരായണന് 50 ലക്ഷം രൂപ കൊടുത്ത് സംസ്ഥാന സർക്കാർ കാല് പിടിക്കുന്നതുവരെ കള്ളക്കഥകൾ മെനഞ്ഞ് യാതൊരു ഉളുപ്പുമില്ലാതെ തിരുവനന്തപുരം ബ്യൂറോയിലിരുന്ന് മലയാള മനോരമയ്ക്ക് വേണ്ടി കീച്ചിക്കൊണ്ടിരുന്ന ജോൺ മുണ്ടക്കയം മനോരമയിൽ നിന്നും റിട്ടയറായി ഇപ്പോൾ വീട്ടിൽ ചൊറിയും കുത്തിക്കൊണ്ടിരുന്നപ്പോൾ വീണ്ടും വിചാരമുണ്ടായി. ഇപ്പോൾ ഇതാ ഒരു പുതിയ പുസ്തകം കൂടി രചിച്ചിരിക്കുകയാണ്. ചാരക്കേസിന്റെ പിന്നാമ്പുറം എന്നാണ് ആ പുസ്തകത്തിന് പേരിട്ടിരിക്കുന്നത്. 30 കൊല്ലമെടുത്തു പിന്നാമ്പുറത്തേക്കൊന്ന് ഇറങ്ങുവാൻ. രണ്ടുപേരായിരുന്നു പ്രസിദ്ധീകരണ മാധ്യമങ്ങളുടെ മുൻപന്തിയിൽ നിന്ന് ശുദ്ധ അപരാധങ്ങൾ പടച്ചുവിട്ടത്. ഒന്ന്, മലയാള മനോരമയ്ക്ക് വേണ്ടി തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ജോൺ മുണ്ടക്കയം. 2, മംഗളത്തിനു വേണ്ടി തേൻകണി അജിത് കുമാർ. മറിയം റഷീദ കിടപ്പറയിലെ ട്യൂണ എന്ന് തേൻകണി അജിത് കുമാർ ക്യാംഷിടുമ്പോൾ മുണ്ടക്കയം അതുക്കും മേലെ തലവാചകം തീർക്കുമായിരുന്നു. ഇക്കിളിക്കഥകൾ കേൾക്കുവാനായി അടുത്ത ദിവസം വരെ വായനക്കാർ വീർപ്പുമുട്ടി കാത്തിരുന്നു. 30 കൊല്ലം കള്ളവാർത്തകൾ പടച്ചു വിട്ടിട്ട് മലയാള മനോരമ മുതലാളിയുടെ കയ്യിൽ നിന്നും ശമ്പളവും വാങ്ങി തിന്നിട്ട് റിട്ടയർമെന്റ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഒരു പുസ്തകം കൂടി ഇറക്കി പറയുന്നു, അന്ന് എഴുതിയതെല്ലാം തെറ്റായിരുന്നു, മായ്ച്ചു കളഞ്ഞേക്കുക, ഞാൻ ഈ പുസ്തകത്തിൽ പറയുന്നതാണ് ശരി, നിങ്ങൾ വാങ്ങി വിഴുങ്ങൂ എന്ന്. 1994 മുതൽ 2018 വരെ നൂറുകണക്കിന് ബൈലൈൻ സ്റ്റോറികളാണ് ജോൺ മുണ്ടക്കയത്തിന്റെ പേരിൽ മലയാള മനോരമയിൽ കൂടി ഈ വിഷയത്തിൽ വന്നത്. ജോൺ അതെല്ലാം തെറ്റായിരുന്നു എന്നിന്ന് കുമ്പസാരിക്കുമ്പോൾ മലയാള മനോരമ ഇത് അംഗീകരിക്കുന്നുണ്ടോ? മലയാള മനോരമയുടെ വെറും ഒരു കൂലിക്കാരനായിരുന്ന ജോൺ മുണ്ടക്കയമാണോ, പത്രമാനേജ്മെന്റ് ആണോ ഇത് കള്ളമായിരുന്നു എന്ന് സ്ഥിരീകരിക്കേണ്ടുന്നത്? മലയാള മനോരമയുടെ റിപ്പോർട്ടർമാരും ബ്യൂറോ ചീഫുമാരും അവർ ഇരുന്ന കാലത്ത് ഓരോരോ നേതാക്കന്മാർക്ക് വേണ്ടി ഇതുപോലെയുള്ള അപരാധങ്ങൾ എഴുതി പിടിപ്പിച്ചിട്ട് റിട്ടയർമെന്റ് കഴിഞ്ഞ് അതെല്ലാം നുണയായിരുന്നു, ഞങ്ങൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം സഹിക്കവയ്യാഞ്ഞ് എഴുതിപ്പോയതാണ്, സർക്കുലേഷൻ കൂപ്പുകുത്താതിരിക്കാൻ കൊടുത്തതാണ്, സത്യമാണോ എന്ന് പരിശോധിക്കുവാനുള്ള സംവിധാനങ്ങൾ അന്ന് ഞങ്ങളുടെ പക്കൽ ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ മാനേജ്മെന്റിന്റെ അവസ്ഥ എന്താകും? അതുകൊണ്ട് നിങ്ങളുടെ ബ്യൂറോ ചീഫന്മാരൊക്കെ പോകുമ്പോൾ ചാകുന്നിടം വരെ ഞാനൊരു പുസ്തകം പ്രസിദ്ധീകരിക്കില്ല എന്ന് അഫിഡവിറ്റ് മേടിച്ചു വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. മുണ്ടക്കയം ആയ കാലത്ത് സെക്രട്ടേറിയറ്റിന്റെ അകത്തളങ്ങളിൽ മന്ത്രിമാരുടെ ഓഫീസിന് മുന്നിൽ അടുത്ത ദിവസത്തേക്കുള്ള വിവാദങ്ങൾ കുക്ക് ചെയ്യുവാൻ തലയും ചൊറിഞ്ഞ് വട്ടം കറങ്ങുന്നത് കണ്ടിട്ടുള്ളവനാണ് ഈ ഉള്ളവൻ. മുണ്ടക്കയത്തെ അടുത്തറിയാവുന്നവർക്കറിയാം, ഈ പുസ്തകവും കോൺഗ്രസിലെ ആരെയോ ലക്ഷ്യം വെച്ചിട്ടുള്ള ഐറ്റമാണ്. അതുപോലെ പലരെയും വെളുപ്പിക്കുവാനുള്ളൊരു ശ്രമവും ഈ പുസ്തകത്തിന്റെ പിന്നാമ്പുറത്തുണ്ട്. കരുണാകരനെ താഴെ ഇറക്കുവാൻ ചില കോൺഗ്രസ്സുകാർ കിണഞ്ഞു ശ്രമിച്ച കാര്യമൊക്കെ താൻ ഇതിൽ പ്രതിപാദിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അത് ആരെ ലക്ഷ്യം വെച്ചാണ്, ഇതൊക്കെ മുണ്ടക്കയത്തെ കൊണ്ട് ആരാണ് ചെയ്യിക്കുന്നത് എന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും. വരുന്ന തവണ വല്ല മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവോ
പ്രസ് സെക്രട്ടറിയോ ഒക്കെ ലക്ഷ്യം വെച്ചുള്ള മുണ്ടക്കയത്തിന്റെ നീട്ടിയുള്ള ഒരു എറിയിലാണ് ഈ ചാരം എന്നാണ് ഈ ഉള്ളവന്റെ ഒരിത്. ഈ പുസ്തകത്തിന്റെ മൊത്തത്തിലുള്ള സ്പോൺസറും ആ മുണ്ടൻ ആണെന്ന് ഉറപ്പാണ്. ഈ പുസ്തകമൊന്ന് വിവാദമായി കിട്ടിയാൽ മുണ്ടന്റെ മുഖ്യമന്ത്രി കസേരയ്ക്കെതിരാളി ഇല്ലാതായി കഴിഞ്ഞാൽ മുണ്ടക്കയം കൃതാർത്ഥനായി. കൂടുതൽ പുസ്തകം വായിച്ചിട്ട് ഞാൻ പറയാം. എന്തായാലും ഞായറാഴ്ച പുസ്തക പ്രകാശനം ചെയ്യും എന്ന് പറഞ്ഞു, നടന്നില്ല. തിങ്കളാഴ്ച 4 മണിക്ക് കൃത്യം പ്രകാശനം നടക്കും എന്നും പറഞ്ഞു, അതും നടന്നില്ല. ഇനി പ്രകാശിപ്പിക്കുന്നതിന് മുമ്പേ ചാരമായോ എന്നറിയില്ല. തൻ്റെ ചാരത്തെക്കുറിച്ച് മുണ്ടക്കയം തന്നെ പറയുന്നത് കേൾക്കുക. ചാരക്കേസിൽ ഇതിനകത്ത് പ്രതികൾ എല്ലാവരും ടോട്ടലി ഇന്നസെൻ്റ് ആണെന്നുള്ളതാണ്. ചില ആളുകൾ ഇതിൽ ഒരു തരത്തിലും ബന്ധപ്പെടാത്ത ആൾക്കാർ ഇതിനകത്ത് പ്രതിയായി. ചിലരൊക്കെ ഈ മറിയം റഷീദ, ഫൗസിയ ഹസൻ തുടങ്ങിയ വ്യക്തികളുമായിട്ട് ബന്ധമുണ്ടായതിൻ്റെ പേരിൽ, അടുപ്പമുണ്ടായതിൻ്റെ പേരിൽ പ്രതികളായി. പക്ഷേ ചാരവൃത്തി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ISROയുടെ സാങ്കേതിക രഹസ്യങ്ങൾ ചോർത്തി പാകിസ്ഥാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യത്തിനോ കൊടുത്തു അല്ലെങ്കിൽ വിറ്റു എന്ന് പറയുന്ന ചാരവൃത്തി ഇതിനകത്ത് നടന്നിട്ടില്ല. ഒരു ഉദ്യോഗസ്ഥൻ്റെ ചില താല്പര്യങ്ങൾ ഇതിനകത്ത് വന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ കേസിൻ്റെ തുടക്കം. പിന്നീട് ഈ കേസ് മറിയം റഷീദയുടെ ഒരു ഡയറി, ദിവേഗി ഭാഷയിൽ എഴുതപ്പെട്ട ഒരു ഡയറി, അവരെഴുതിയ ഒരു ഡയറി, ആ ഡയറിയാണ്, അതിൻ്റെ വിശദാംശങ്ങൾക്ക് പുസ്തകത്തിലുണ്ട്, ആ ഡയറിയാണ് ശരിക്കും ഇതിനെ ഒരു ചാരക്കേസായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് വിജയനും പിന്നീട് IBക്കും ഒക്കെ വഴിയൊരുക്കിയത്. പിന്നീട് കൂടാതെ രാഷ്ട്രീയമായിട്ട് കൂടാതെ നടന്നു. കോൺഗ്രസിൽ തന്നെ ഇതിനകത്ത് കരുണാകരനോട് വിരോധമുള്ളവർ ഇതിനകത്ത് പങ്കാളികളായി. അങ്ങനെയൊക്കെ ഇതിനെ പൊലിപ്പിച്ചെടുക്കുക ചെയ്തത്. രമൺ ശ്രീവാസ്തവ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനോട് വിരോധമുണ്ടായിരുന്ന പോലീസിലെ തന്നെ ചില ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിനെതിരായിട്ട് ചില നീക്കങ്ങൾ നടത്തി. ഒരുപക്ഷെ അന്നത്തെ കാലത്ത് ഈ ചാരക്കേസ് പോലൊരു സംഭവത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അന്നത്തെ മാധ്യമ ലോകത്തിന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വന്നിട്ടുള്ള ചില പാളിച്ചകളുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ കേസിനകത്ത് ഒരു ഭാവനാ സൃഷ്ടി എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം IBയുടെ ഉദ്യോഗസ്ഥന്മാർ പലരും ചോർത്തി കൊടുത്ത വിവരങ്ങളാണ് കഥകളായിട്ട് അന്ന് പത്രങ്ങളിൽ വന്നത് പലതും. അതൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും. ഇതിൻ്റെ പ്രതികളുടെ കുറ്റമൊഴികളായിട്ട് തന്നെയാണ് ഇത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. പക്ഷേ എങ്ങനെ ഈ മൊഴികൾ ഉണ്ടായി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.